ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭാരതി മുഖർജി എഴുതിയിട്ടുള്ളതായ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷനാണ്. ഇതിലെ മെയിനായിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ജ്യോതി, ജാസ്മിൻ, ജെയിൻ, ജെയ്സ്. ഇവരൊക്കെ എന്താണ്, ഒന്ന് തന്നെയാണ്. ജാസ്മിനാണ് നമ്മളെ ഈ ഒരു നോവൽ എന്താക്കുന്നത്, നെറേറ്റ് ചെയ്യുന്നത്. അവളുടെ ലൈഫ് ലോങ് ജേണിയും അതുപോലെ തന്നെ അവൾ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ആണ് എന്താക്കുന്നത് ഇവിടെ ഉടനീളം പറയുന്നത്. ഇവളൊരു ഇന്ത്യൻ വംശജയാണ്. പഞ്ചാബിലാണ് അവൾ ജനിച്ചിരുന്നത്. അവിടെ നിന്ന് അവൾ ന്യൂയോർക്കിലേക്ക് പോകുന്നതാണ് നമ്മുടെ കഥ. അവളുടെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ് അവൾ അവിടെ നിന്ന് എന്താക്കുന്നത്, പോകുന്നത്. അവളുടെ പേരൻസ് അവൾക്കിട്ട പേര് ജ്യോതി എന്നാണ്. അവളുടെ ഫസ്റ്റ് ഹസ്ബൻഡ് അവൾക്കിട്ട പേര് ജാസ്മിൻ എന്നാണ്. പിന്നെ അവൾക്ക് വേറെ 2-3 പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇട്ട പേരുകളാണ് ജെയ്സ് എന്നും ജെയിന് എന്നും ഒക്കെ. അടുത്ത ക്യാരക്ടർ പ്രകാശ് വിജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പ്രകാശാണ് ജാസ്മിൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡ്. ഹസൻപൂരിലായിരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചതാണ്. പ്രകാശ് ഒരു മോഡേൺ മാനാണ്, അതുപോലെ തന്നെ ഒരു സിറ്റി മാനാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് റിപ്പയറിലൊക്കെ മാസ്റ്ററാണ്. അത് ചെയ്യലാണ് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടവും. അദ്ദേഹം ഡിപ്ലോമ കംപ്ലീറ്റഡ് ആണ്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ യൂണിവേഴ്സിറ്റിയായ ഫ്ലോറിഡയിൽ അദ്ദേഹം അപ്ലൈ ചെയ്തിരുന്നു. അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ഇരിക്കുകയായിരുന്നു അദ്ദേഹം. വൈഫിൻ്റെ കൂടെ തന്നെ പോകാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കൊറിയർ വരുന്നത്. അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയിട്ട് പഞ്ചാബിൽ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. ജാസ്മിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആ ഒരു പ്രകാശ് വിജ്. പിന്നെ പറയുന്നത് ബഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ബഡ് ഒരു ബാങ്കറാണ്, ഒരു ലാൻഡ് ഓണറാണ്. ലോവ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ജാസ്മിൻ ഇയാളുടെ ഫാമിലിയിലെ 2 പേരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ വെൽത്തി ആയതുകൊണ്ട് അവൾക്ക് ഇഷ്ടം തോന്നുകയും മാരേജ് ചെയ്യാമെന്ന ഒരു കരാറിൽ അവർ എത്തുന്നുമുണ്ട്. പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല, ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. പിന്നെ വരുന്ന ക്യാരക്ടറാണ് ഡ്യൂ. ജാസ്മിനും ബഡും കൂടി അഡോപ്റ്റ് ചെയ്തെടുത്ത സണ്ണാണ് ഈ ഒരു ഡ്യൂ എന്ന് പറയുന്ന സണ്ണ്. പിന്നെയുള്ള ക്യാരക്ടറാണ് കെറിൻ. ബഡിൻ്റെ എക്സ് വൈഫാണ്. അവൾ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്യാരക്ടറാണ് മാതാജി. അത് ജ്യോതിയുടെ അമ്മയാണ്. അവളെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു അമ്മ എന്താക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് പിതാജി. അദ്ദേഹം ഹാഷാണ്, റഫാണ്. അവൾ സ്കൂളിൽ പോകാനൊന്നും അവർക്ക് ഇഷ്ടമില്ല. പക്ഷേങ്കിൽ പോയാൽ കറക്റ്റ് ടൈമിന് തിരിച്ചെത്തണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ബിഹേവിയറാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെയുള്ളത് ഗ്രാൻഡ് മദറാണ്. ദിദ എന്നാണ് പേര്. പിതാജിയുടെ മദറാണ്. അവൾക്കും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാനാണ് ഇഷ്ടം. പിന്നെയുള്ളത് മാസ്റ്റർ ജിയാണ്. ജ്യോതിയുടെ ടീച്ചറാണ്. ജ്യോതിയെ എന്തൊരു കാര്യത്തിനും, ഇംഗ്ലീഷ് പഠിക്കാനും എന്തൊരു കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഈ ഒരു മാസ്റ്റർ ജി എന്ന് പറയുന്ന ടീച്ചർ. നമുക്ക് സ്റ്റോറിയിലോട്ട് കടക്കാം. ഒരു ദിവസം ഒരു ആസ്ട്രോളജർ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അതായത് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ കല്യാണം കഴിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് നിൻ്റെ ഭർത്താവ് മരിക്കും, അങ്ങനെ നീ വിഡോ ആവും. അതിനുശേഷം നീ ഫോറിൽ പോയിട്ട് 1-ലധികം ആളുകളുടെ കൂടെ ആയിരിക്കും നീ ജീവിക്കാൻ പോകുന്നത്. അത് കേൾക്കുന്ന സമയത്ത് അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു കുട്ടി തലകറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. അവളുടെ നെറ്റി ഒരു വിറകിൻ്റെ കഷ്ണത്തിലിടിക്കും. അങ്ങനെ ആ ഒരു നെറ്റിയിൽ ഒരു സ്റ്റാർ ഷേപ്പിൽ ഒരു പാട് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും എന്താണ്, ആ ഒരു നെറ്റിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ജ്യോതിക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛന് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ സ്കൂളിൽ പോയാൽ വേഗം വരണം, വന്നാൽ എന്താക്കണം, വേഗം പ്രാർത്ഥിക്കാൻ നിൽക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു അച്ഛൻ്റെ ബിഹേവിയർ. അച്ഛൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഇവളെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാനാണ്. അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിലുള്ള ജോലി അവൾക്ക് കിട്ടണം, അവൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ സാധിക്കണം എന്നൊക്കെയായിരുന്നു ആ ഒരു അമ്മയുടെ ആഗ്രഹം. അമ്മ അച്ഛനോട് പറയും, ഇവൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം, സോ നമ്മൾ എന്താക്കണം, നല്ല രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേങ്കിൽ അച്ഛൻ എന്താക്കുന്നില്ല, അതൊന്നും അംഗീകരിക്കുന്നില്ല. അവർക്കും നല്ല ആഗ്രഹങ്ങളുണ്ട്, അവൾക്കും നല്ല ആഗ്രഹങ്ങളുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് അവൾ നല്ല രീതിയിൽ പഠിക്കുന്നതും അവളുടെ ടീച്ചറൊക്കെ അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും. അവളുടെ ലൈഫിൽ പ്രകാശ് കടന്നു വരും. പ്രകാശ് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കും, ഇവളും നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ലവ് ആവും. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. പിന്നെ പ്രകാശിനെ എന്താക്കും, ഇവൾ കല്യാണം കഴിക്കും. ആ ഒരു പ്രകാശ് എന്ന് പറയുന്ന ആൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഫോറിനിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാനാണ് ഇവന് താല്പര്യം. നല്ല സാലറിയും നല്ല ലൈഫും ലീഡ് ചെയ്യുക എന്നതാണ് ഇവൻ്റെ ആ ഒരു ചിന്ത. ആ ഒരു ഭാര്യയോട് പറയും, ഒരുമിച്ച് വേണം നമുക്ക് എന്താക്കാൻ, ആ ഒരു പുറത്തോട്ട് പോകാനും ജോലി ചെയ്യാനൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വൈഫിനോട് പ്രകാശ് പറയുന്നത്. അങ്ങനെ ആ ഒരു പുറത്തു പോയാൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വേണം. അതുകൊണ്ട് തന്നെ അവൻ എന്താക്കുന്നുണ്ട്, അവളെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്താക്കും, അവൻ ജോലിക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ ഫ്ലോറിഡയിലേക്ക് പിന്നെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യും. അങ്ങനെ അവനിക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ വളരെയധികം സന്തോഷമായിട്ട് വൈഫിനോട് ഈ ഒരു ന്യൂസൊക്കെ പറയുന്നുണ്ട്. പിന്നീട്
ഭാര്യയ്ക്ക് ഒരു സാരി എന്താക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാരിക്ക് വേണ്ടി ഇവരെന്താക്കുകയാണ് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് മുസ്ലിംസ് ഹിന്ദുസ് വാർ എന്താക്കുന്നത് അവിടെ നടക്കുന്നത്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം ആ ഒരു നാട്ടിൽ നടക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇരകളാണ് ആര്, ഈ ഒരു പ്രകാശും ജാസ്മിനും. ജ്യോതി എന്ന് പറയുന്നത് ഒരു ഓൾഡായിട്ടുള്ള ഒരു ലേഡിയുടെ പേരാണ്, അതല്ലെങ്കിൽ ഓൾഡായിട്ടുള്ള പേരാണ് എന്നുള്ള രീതിയിൽ അവരെന്താക്കും ജാസ്മിൻ എന്ന പുതിയ പേരിലോട്ട് അവരെന്താക്കും ആ ഒരു പേരിനെ മാറ്റും. ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള സമയമായിരുന്നു. ആ ഒരു സമയത്താണ് കൊറിയർ വരുന്നത്. അപ്പോൾ അത് പ്രകാശാണ് റിസീവ് ചെയ്യുന്നത്, കാരണം അവൻ്റെ ഭാര്യ അകത്തായിരുന്നു, മയക്കത്തിലായിരുന്നു. അങ്ങനെ ആ ഒരു കൊറിയർ റിസീവ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോംബ് പൊട്ടി അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലം എന്താക്കുന്നുണ്ട്, ആ ഒരു ജാസ്മിൻ വളരെയധികം സങ്കടത്തോടു കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളെന്താക്കുന്നത് പുറത്തോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വളരെയധികം ഇല്ലീഗലായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഷിപ്പിലാണ് പോകുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ എന്താക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെയറിങ് ഒക്കെ കണ്ടിട്ട് ബാക്കിയുള്ള യാത്രക്കാർ പറയുന്നുണ്ട്, അവൻ്റെ ഹാബിറ്റ് ശരിയല്ല, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഞങ്ങൾ എന്താക്കാം, ഒരു കത്തി തരാം, ഇത് എന്താക്കിക്കോ, നീ സൂക്ഷിച്ചു വെച്ചോ. അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻ എന്താക്കും, ആ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളെന്താണ് വളരെയധികം ടയേർഡാണ്. അങ്ങനെ അവളോട് പറയും, നമുക്കൊരു റൂം എടുക്കാം, അവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് നാളെ എന്താക്കി തരാം, ഞാൻ നിൻ്റെ സ്ഥലത്ത് എത്തിക്കാം. അവൾക്ക് ആ ഒരു സ്ഥലം പരിചയമല്ലാത്തത് കൊണ്ട് ആ ഒരു ക്യാപ്റ്റനെ അവളെന്താക്കുകയാണ് ചെയ്യുന്നത്, വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെന്താക്കും, അവൻ്റെ കൂടെ റൂം എടുക്കും. അങ്ങനെ ആ ഒരു റൂം എടുത്ത് കുറച്ച് കഴിയുന്ന സമയത്ത് അവൻ എന്താക്കാൻ തുടങ്ങും, അവൻ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവളെ അബ്യൂസ് ചെയ്യും, അവളെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു സമയത്ത് അവളെ ഏൽപ്പിക്കപ്പെട്ട ആ ഒരു കത്തിയെടുത്ത് കുത്തിയിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൾ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ അവിടെയുള്ള ഒരു പ്രകാശിൻ്റെ പ്രൊഫസറുണ്ട്, അദ്ദേഹത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം. എന്നിട്ട് അദ്ദേഹത്തോട് ഇവൾക്ക് എന്താക്കണം, ജോബ് ആവശ്യപ്പെടണം. അങ്ങനെ അവിടെ എത്താൻ എന്താക്കുന്നില്ല, ഇവൾക്ക് സാധിക്കുന്നില്ല, കാരണം ഇവൾ അവശ്യമാണ്. അങ്ങനെ ഇവളിങ്ങനെ പോയി എവിടെയാണ് താമസിക്കാൻ പ്ലേസ് കിട്ടുക എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എന്താക്കുന്നത്, പ്ലേസ് കിട്ടുന്നത്. അവിടെ ഫുഡും അക്കോമഡേഷനൊക്കെ ഇങ്ങനെ അവിടെയുള്ള സ്ത്രീ എന്താക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. അപ്പോൾ അവളോട് എന്താക്കും, ഇവൾ ജാസ്മിൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ അവളോട് ഹെൽപ്പ് ചോദിക്കും. അങ്ങനെ ഇലിയൻ എന്ന് പറയുന്ന ആ ഒരു പെണ്ണെന്താക്കും, ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ടാക്കും. അങ്ങനെ അവളെന്താക്കും, ആ ഒരു ഇലിയൻ്റെ സപ്പോർട്ടോടു കൂടി അവൾ ന്യൂയോർക്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെയുള്ള ആ ഒരു പ്രൊഫസറായ ഡേവിഡിനെ കാണുന്നു. അങ്ങനെ ഈ ഒരു പ്രകാശിൻ്റെ നടന്ന ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ അവനോട് എന്താക്കുന്നത്, ഓപ്പണായിട്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ഡേവിഡിന് ഇവൾക്ക് എന്തെങ്കിലും ഒരു ജോലി നൽകണം, പക്ഷേ അവിടെ കൊടുക്കാൻ പറ്റിയ ജോബൊന്നുമില്ല. അങ്ങനെ പറയും, എൻ്റെ കുട്ടിയെ നോക്കി എന്താക്കി, ഇവിടെ നിന്നോ, ഞാൻ എന്താക്കി തരാം, നിനക്ക് നല്ല രീതിയിൽ സാലറി തരാം. അങ്ങനെ അവളെന്താക്കും, അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആ ഒരു കുട്ടിയെ നോക്കി, കുട്ടിയെ സ്കൂളിൽ പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് അവൾക്ക് ബോറടിക്കുകയാണ്. അങ്ങനെ അവൾ തന്നെ സ്വന്തമായിട്ട് എന്താക്കും, ജോലി അന്വേഷിച്ച് പുറത്തോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെയാണ് അവളൊരു ടൈലറിനെ കണ്ടുമുട്ടുന്നത്. ആ ഒരു ടൈലറിന് ഒരു മകളുണ്ട്. മകളുടെ പേര് ഡെഫ് എന്നാണ്. അങ്ങനെ ആ ഒരു ടൈലർ പറയും, നീ എൻ്റെ മകളെ നോക്കിക്കോ, നല്ല രീതിയിൽ ഇരട്ടി ശമ്പളം ഞാൻ തരാം, ആ ഒരു ഡേവിഡിനെക്കാട്ടും ഇരട്ടി ശമ്പളം തരാം. അങ്ങനെ എന്താക്കുകയാണ്, ആ ഒരു എക്സ്ട്രാ പൈസ തരാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവളെന്താക്കുകയാണ്, ആ ഒരു ടൈലറിൻ്റെ കൂടെ പോവുകയാണ്. ആ ഒരു ടൈലറിൻ്റെ മകളെ അവൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ആ ഒരു ടൈലർ നോക്കുമ്പോൾ തന്നെ അവൾ നോക്കും. അതുകൊണ്ട് തന്നെ ടൈലറിന് എന്താക്കുകയാണ്, അവൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ടൈലറിന് ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ എന്താക്കും, പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു റിലേഷനൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. പക്ഷേ അവരെന്താക്കുന്നില്ല, അവർ കല്യാണം കഴിക്കുന്നില്ല. ആദ്യം അവൾക്ക് മനസ്സിലാകുന്നില്ല, ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ടൈലറിൻ്റെ മകളായ ഡെഫിന് ആദ്യം കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, കാരണം അവളൊരു കുട്ടിയാണ്. പിന്നീട് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പിന്നീട് എന്താക്കുന്നുണ്ട്, അവളും ആ ഒരു ജാസ്മിനെ അമ്മയായിട്ട് എന്താക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് അവളെന്താക്കുന്നുണ്ട്, അമ്മയായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഔട്ടിങ്ങിന് ഇവലിങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് പാർക്കിൽ എന്താക്കുകയാണ്, ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെന്താക്കും, ആ ഒരു പ്രകാശിന് കൊറിയർ കൊണ്ടുവന്ന 2 പേരുണ്ട്. അതിൽ ഒരുവനെ എന്താക്കുകയാണ്, അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഇവൾക്ക് വളരെയധികം പേടി വരും. അങ്ങനെ എന്താക്കും, എന്നെ ഫോളോ ചെയ്ത് വന്നതാണ്, എന്നെ പിന്തുടർന്ന് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവളിങ്ങനെ ആലോചിച്ച് കൂട്ടും. അങ്ങനെ എന്താക്കും, ആ ഒരു ടൈലറിനെയും കൂട്ടിയിട്ട് അവൾ തിരിച്ചു പോകും. പിന്നെ അവളെന്താക്കുന്നില്ല, ആ ഒരു ഏരിയയിലേ നിൽക്കുന്നില്ല, ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ എന്താക്കും, അവൾ തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരാളെ മീറ്റാക്കും. അവൻ്റെ പേരാണ് ബെഡൻ. അവനൊരു ബാങ്ക് ഓണറാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഒരാൾക്കും അവനെ ഇഷ്ടമില്ല, കാരണം വെച്ചാൽ എന്താക്കില്ല, നല്ല രീതിയിൽ പൈസയൊന്നും നൽകില്ല, എല്ലാവരും എന്താക്കും, ഇവർ റിജക്റ്റ് ചെയ്യും. അങ്ങനെ അവൻ്റെ ഭാര്യ എന്താക്കുകയാണ് ചെയ്തത്, ആത്മഹത്യ ചെയ്ത ഒരു ഭാര്യയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമാണ് അവൻ്റേത്. അങ്ങനെ ജാസ്മിൻ എന്താക്കും, അവന് ഇഷ്ടപ്പെടും. അങ്ങനെ അയാൾ എന്താക്കും, ലവ് ചെയ്യും. അങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ എന്താക്കുകയാണ്, ഇവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്.
ജാസ്മിനും ബേർഡനും ഒരു കുട്ടിയെ എന്താക്കും അഡോപ്റ്റ് ചെയ്യും. അവൻ്റെ പേരാണ് ഡ്യൂ. ആ ഒരു കുട്ടിക്ക് ബേർഡിനെ തീരെ തന്നെ ഇഷ്ടമല്ല. ജാസ്മിന് നല്ല ഇഷ്ടമാണ് ആ ഒരു ബഡിനെ. ഒരു ദിവസം അവരെന്താക്കും, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു ബഡിനെ ഹെർലൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് പ്രകാശിനെ ബോംബ് ബ്ലാസ്റ്റിൽ കൊലപ്പെടുത്തിയതായ ഹെർലൻ എന്താക്കും, ഷൂട്ട് ചെയ്യും. എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബാക്ക് ബോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അവനെന്താക്കും, പാരലൈസ്ഡ് ആയിപ്പോവും. അങ്ങനെ ടൈലറിൽ നിന്ന് ജാസുവിന് ഒരു കത്ത് വന്നു. ഞങ്ങൾ നിന്നെ തപ്പി നടക്കുകയാണ്, നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്, നീ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ഒരു കത്ത് ടൈലറിൽ നിന്ന് ജാസുവിന് വരികയാണ്. അങ്ങനെ ഡ്യൂ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ആ ഒരു ലെറ്റർ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അതെന്താക്കും, ആ ഒരു ബഡിനോട് ഇൻഫോം ചെയ്യും. അങ്ങനെ വേറെ ഒരാളെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് ബഡിന് എന്താക്കുന്നുണ്ട്, നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡ്യൂ എന്താക്കും, കാലിഫോർണിയയിലേക്ക് പോകാൻ തീരുമാനിക്കും. അപ്പോൾ ആ ഒരു ജാസു അത് ബഡിനെ ഇൻഫോം ചെയ്യും. ആ ഒരു ഡ്യൂ വളരെ ദേഷ്യത്തിലാണ്. കാരണം വെച്ചാൽ പണ്ടത്തെ ആ ഒരു സ്നേഹമൊക്കെ, ജാസുവിനോടുള്ള സ്നേഹമൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഡ്യൂവിന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഒരു കാറ് വന്ന് എന്താക്കുന്നുണ്ട്, അവിടെ നിർത്തുന്നത് നമുക്ക് കാണാം. അത് നോക്കുമ്പോൾ ടൈലറും ഡഫുമാണ്. അവൾ ബഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു ബഡിനോട് കാര്യങ്ങളൊക്കെ പറയും. ബഡ് പറയും, എന്നെ ഇട്ടിട്ട് പോകരുത്, എന്നെ നീ സ്നേഹിക്കണം, കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അവളെന്താക്കുന്നില്ല, അതൊന്നും മൈൻഡ് വെക്കുന്നില്ല. ടൈലർ അകത്ത് വന്ന് കാല് പിടിക്കും. അങ്ങനെ നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ജാസു ചിന്തിക്കുന്നത് അവൻ്റെ ആ ഒരു ബഡിൻ്റെ സമ്പത്ത് നശിച്ചു പോയിട്ടുണ്ട്, അവൻ പാരലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിക്കുകയാണ് ആ ഒരു ടൈലറിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അവളുടെ പേര് എന്ന് പറയുമ്പോൾ അപ്പോൾ അവളുടെ നെയിം എന്ന് പറയുന്നത് ജെയിനാണ്. ഈ ഒരു നോവലെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളും അൺഎക്സ്പെക്റ്റഡായിട്ട് നടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ അവളുടെ 7-ാം വയസ്സിൽ ആസ്ട്രോളജർ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുന്നതൊക്കെയാണ് ഈ ഒരു നോവലിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളെന്താക്കുക, നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങളെന്താക്കുക, നിങ്ങളുടെ ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.